Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in, amma ba'd. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രേക്ഷകരെ, മുമ്പിലിരിക്കുന്ന പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് പഠിച്ചത്. ഹജ്ജിൻ്റെ നിർബന്ധത്തെക്കുറിച്ച് പഠിച്ചു. ഹജ്ജ് നിർബന്ധമാകാനുണ്ടാകേണ്ട ഷുറൂത്തുൽ ഹജ്ജ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു. ഹജ്ജ് സ്വീകാര്യമായിരിക്കണമെങ്കിൽ അനിവാര്യമായ നിബന്ധനകളെക്കുറിച്ചൊക്കെ വളരെ ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി സ്വാഭാവികമായി നമുക്കുണ്ടാകാവുന്ന ചില ഡൗട്ട്, ചില സംശയങ്ങൾ, അത് തീർക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഹൽക്ക കൊണ്ട്, ഇന്നത്തെ നമ്മുടെ സിറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ 5-6 പ്രശ്നങ്ങളാണ് സ്വാഭാവികമായി ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളായി വരാറുള്ളത്. അതിൽ ഒന്നാമത്തേത്, പലപ്പോഴും തന്നെ ഹജ്ജ് സീസണുകളിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഇങ്ങനെ കടബാധ്യതയുള്ള ഒരാൾ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് ഫസ്റ്റ് നമ്മുടെ പ്രശ്നം, ഒന്നാമത്തെ ഡൗട്ട്. ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയം അതാണ്, കടബാധ്യതയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യണോ വേണ്ടേ എന്നതാണ്. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, നമ്മുടെ കടബാധ്യത എന്ന് പറയുന്നത് ഹജ്ജിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും മുൻഗണന കൊടുക്കേണ്ടതും കടത്തിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പണം, ആ കാശ്, ആ എമൗണ്ട് നമ്മുടെ കടബാധ്യത തീർക്കുവാൻ ഉപയോഗിച്ചാൽ ആ കടങ്ങളൊക്കെ തീരുമെങ്കിൽ ആദ്യമായി മനുഷ്യർക്കുള്ള, സഹജീവികൾക്കുള്ള കടബാധ്യതകൾ തീർക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്തുകൊണ്ട്? നമ്മൾ ഈ കടം തീർക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ കുറ്റമാണ് മരണപ്പെട്ട വ്യക്തിക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു, കടബാധ്യതയുള്ളവനാണ്, അത് തീർക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ ഹജ്ജ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷയില്ല, കാരണം അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് കടം ഉള്ള ആളുകൾ ആദ്യം ഏറ്റവും പ്രാധാന്യവും പ്രാമുഖ്യവും പ്രാഥമികമായും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഹജ്ജ് ചെയ്യാനല്ല, കടം തീർക്കാനാണ്. അപ്പോൾ മറ്റൊരു പ്രശ്നം, കടബാധ്യത കൊടുത്തു തീർക്കാനുള്ള, കടം കൊടുക്കാനുള്ള വ്യക്തി ആർക്കാണോ കടം കൊടുക്കുക, അയാൾ നമ്മളോട് ഒരു അവധി പറഞ്ഞിട്ടുണ്ട്, 2 വർഷത്തിൻ്റെ ഇടയിലാണ് നമ്മൾ കടം കൊടുത്ത് തീർക്കേണ്ടതുള്ളത് എന്ന അഗ്രിമെൻ്റ് നിലനിൽക്കുന്നു. അങ്ങനത്തെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? തനിക്ക് അതിനുള്ള ആൻസർ, ഇയാൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിച്ചാലും താൻ എഴുതുകയും ഒപ്പുവെക്കുകയും അതുപോലെ തന്നെ തീയതി നിശ്ചയിക്കുകയും ചെയ്ത സമയത്ത് തൻ്റെ കടം കൊടുത്തു തീർക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വിരോധമില്ല. അതുപോലെ തന്നെ കടം ഒത്തു തീർക്കുവാനുള്ള, ആർക്കാണോ കൊടുക്കേണ്ടതുള്ളത് ആ വ്യക്തി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളി, ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കാശ് തന്നാൽ മതി എന്ന് ഒരാൾ കടം കിട്ടാനുള്ള വ്യക്തി പറഞ്ഞാലും
അവർക്ക് ഹജ്ജ് ചെയ്യാവുന്നതാകുന്നു എന്നർത്ഥം. ഇതാണ് ആ പ്രശ്നത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. രണ്ടാമത്തെ പ്രശ്നം, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ചുറ്റുപാടുകൾ ഇല്ല. എങ്ങനെ? ആരോഗ്യപരമായി രോഗം പിടിച്ച് കിടക്കുകയാണ്, അതല്ലെങ്കിൽ അയാൾ പ്രായാധിക്യമായി ഇനിയൊരു ശമനം പ്രതീക്ഷയില്ല, പ്രായം ചെന്ന് ഹജ്ജ് ചെയ്യാൻ പോകാൻ പറ്റുന്നൊരു കണ്ടീഷൻ. പക്ഷേ അയാൾക്കാണെങ്കിലോ കാശുണ്ട്, പോകാനുള്ള എക്സ്പെൻസ് വഹിക്കാനൊക്കെയുള്ള പണം അയാളുടെ കയ്യിലുണ്ട്. എന്നാൽ ഒരാളെ ഹജ്ജിന് പറഞ്ഞയക്കാനുള്ള മുഴുവൻ ഫൈനാൻഷ്യൽ സപ്പോർട്ടും കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് തനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിക്കാമോ എന്നതാണ്. സ്വാഭാവികമായും ഇത് പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് ആരോഗ്യമില്ല, അതല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യ സഹജമായി കിടപ്പിലാണ്, നല്ല പൈസയുണ്ട്, എന്നാൽ അള്ളാഹുവിനോടുള്ള ഹക്ക് അത് കൊടുത്തു തീർക്കുവാൻ, അത് ചെയ്യുവാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തി കാശ് കൊടുത്ത് അയാൾക്കുള്ള എക്സ്പെൻസ് കൊടുത്ത് മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുന്നതിന് വിരോധമില്ല, ചെയ്യിക്കാവുന്ന തൻ്റെ നിർബന്ധ ബാധ്യത അത് തീരും. പക്ഷേ ഇങ്ങനെ കാശ് വാങ്ങുന്നവൻ, പകരമായി ഹജ്ജ് ചെയ്യാൻ വേണ്ടി കാശ് വാങ്ങുന്ന വ്യക്തി താൻ ഹജ്ജ് ചെയ്താൽ എനിക്ക് അതുകൊണ്ട് സാമ്പത്തിക ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു, അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കാശ് വാങ്ങുന്നവന് അത് പാടില്ലാത്ത കാര്യമാണ്. തനിക്ക് എക്സ്പെൻസായി വരാവുന്ന യാത്രയ്ക്ക് വേണ്ടി, യാത്രയുടെ ചെലവിന് വേണ്ടി, മറ്റ് ഹജ്ജിൻ്റെ ചെലവുകൾക്ക് വേണ്ടിയൊക്കെയുള്ള കാശ് അയാൾക്ക് ആർക്ക് പകരമാണോ ഹജ്ജ് ചെയ്യുന്ന അയാൾക്ക് നൽകുന്നതിന് വിരോധമില്ല, വാങ്ങുന്നതിനും വിരോധമില്ല. അതൊരു ബിസിനസ്സായി കാണുകയോ ഒരു ലാഭമുള്ള ഒരു കാര്യമായി കാണുകയോ ചെയ്തുകൊണ്ട് പകരം ഹജ്ജിന് വേണ്ടി പണം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഇപ്പം രണ്ട് പ്രശ്നം പറഞ്ഞു. ഒന്ന്, കടമുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. രണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കാൻ പറ്റുമോ ഇല്ലേ. മൂന്നാമത്തെ പ്രോബ്ലം, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അവരിൽ ഒരാൾ പറയുന്നു നമ്മൾ ഹജ്ജിന് പോകുന്ന മക്കൾ ഹജ്ജിന് പോകുന്നതിന് തടസ്സം നിൽക്കുന്നു, പാടില്ല, പോകണ്ട എന്ന് പറയുന്നു. എന്തു ചെയ്യും? ഈ വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇതിൽ പറയുന്നത്, ഫറലായ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. മകന് പോകാനുള്ള കഴിവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഉപ്പ പറയുന്നു വേണ്ട, ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഹജ്ജാണോ? അതിന് ഉമ്മയുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല, ഉപ്പയുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. ഐശികമായ നാഫിലത്തായ സുന്നത്തായ ഹജ്ജാണോ ചെയ്യുന്നത്? അത് മാതാപിതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടേ ആകാവൂ എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പം 3 പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ഡൗട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നിർബന്ധമായ ബാധ്യതയാണ്, ഫറദാണ്. അള്ളാഹുവിന് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തത്വഅ ഇലൈഹി സബീല. കഴിവുകൾ, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ അഥവാ തടിയാലും മുതലാലും വഴിയാലും പോകാൻ സൗകര്യം വന്നാൽ ഹജ്ജ് ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ച് ഹജ്ജ് ചെയ്യൽ ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ്. പക്ഷേ ഈ സൗകര്യങ്ങളൊക്കെ വന്നു, എന്നാൽ ഉടൻ തന്നെ ഹജ്ജ് ചെയ്യണോ അതോ ഹജ്ജിനെ പിന്തിപ്പിക്കാൻ പറ്റുമോ? സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുറച്ച് കഴിയട്ടെ, ഞാൻ ഇപ്പോൾ ചെറുപ്പക്കാരനാണ്, കുറച്ച് പ്രായമൊക്കെ എട്ടട്ടെ, അതല്ലെങ്കിൽ ഗൾഫിലിപ്പോൾ വന്നിട്ടുള്ളൂ, ഇനി പോകാൻ സമയത്തൊക്കെ ഇന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധമായ ബാധ്യതകൾ കുറച്ചുകൂടി കാലം താമസം വരുത്തുവാൻ പറ്റുമോ ഇല്ലേ? ഇത് പണ്ഡിതന്മാർ പറയുന്നത്, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, എപ്പോഴാണോ ഇവന് സൗകര്യം ഒത്തുവന്നത്, ഹജ്ജ് ചെയ്യുവാനുള്ള ചുറ്റുപാടുകളും സൗകര്യങ്ങളും തടിയാലും മുതലാലും വഴിയാലുമുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ഹജ്ജ് ചെയ്യുക എന്നതാണ്.
നബി തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അക്കാര്യം കണിശമായി പറഞ്ഞിട്ടുണ്ട്. തഅജ്ജലൂ ബിൽ ഹജ്ജ്, ഹജ്ജ് കർമ്മം നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. കാരണം നമുക്കറിയില്ല ഫഇന്ന അഹദകും മാദാ യദ്രി ബഅദ്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ, ഉള്ള ചുറ്റുപാടുകൾ മാറുമോ, സാഹചര്യങ്ങളും കഴിവുകളുമൊക്കെ നഷ്ടപ്പെട്ടേക്കാമല്ലോ, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതിനാൽ തന്നെ ഹജ്ജിൻ്റെ വിഷയത്തിൽ സൗകര്യങ്ങൾ ഒത്തുവന്നാൽ പിന്നീട് അത് പിന്തിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ശരിയല്ല. ഉടനടി അത് ഹജ്ജ് ചെയ്യേണ്ടതാകുന്നു എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതിൻ്റെ പൊരുള്, സാരാംശം അതത്രേ. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉദുറുള്ള കാരണങ്ങളുള്ള, സ്വന്തമായി പോകാൻ കഴിയാത്ത, ഫൈനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് ഉള്ള ഒരാളാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യാതിരിക്കണോ? അല്ല, അയാൾ പകരം മറ്റൊരാളെ ഹജ്ജ് ചെയ്യിക്കണം എന്നുള്ളത് ചുമതലപ്പെടുത്തി ഹജ്ജ് ചെയ്യിക്കണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ 6ാമത്തെ പ്രശ്നം, നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, മറ്റൊരാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യുന്നു. ഒരാളെ ഹജ്ജിന് വേണ്ടി പൈസയൊക്കെ കൊടുത്ത് നമ്മൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തി, അയാൾ മക്കയിൽ പോകുന്നു, ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാകുന്നു. പക്ഷേ ഈ പകരം ഒരാൾക്ക് ഹജ്ജ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇയാൾ പേഴ്സണലായി സ്വമേധയാ തൻ്റെ ഹജ്ജ് കർമ്മ ബാധ്യത അയാൾ നിർവഹിച്ചവനാകണം. ഹജ്ജ് പകരം ചെയ്യുമ്പോൾ, ഉംറകർമ്മം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഒന്ന്, നമ്മൾ ഈ ചെയ്യുന്ന വ്യക്തി ആദ്യം തൻ്റെ നിർബന്ധ ബാധ്യതയായ ഹജ്ജ് അതല്ലെങ്കിൽ ഉംറ അത് നിർവഹിച്ചിരിക്കണം. എന്നാലേ മറ്റൊരാൾക്ക് പകരമായി നമ്മൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധ്യമാകുള്ളൂ, പാടുള്ളൂ, അനുവദനീയമുള്ളൂ എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നു. പക്ഷെ ഹജ്ജ് ചെയ്യാതെ നിർബന്ധമായ ബാധ്യതകളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളും ശുറൂത്തുകളുമൊക്കെ ഒത്തുവന്നു, ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ല. അയാളാണെങ്കിൽ മരണപ്പെട്ടു. എന്തു ചെയ്യും? അത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് ഹജ്ജിൻ്റെ ചെലവ് വിഹിതം വഹിച്ച് മറ്റൊരാൾക്ക് ഹജ്ജ്, ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കാവുന്നതത്രേ. അത് ഉംറയുടെയും വിധി അങ്ങനെ തന്നെയാണ്. എന്നാൽ അയാളുടെ ബാധ്യത അല്ലാഹുവിങ്കൽ വീടുന്നതാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഈ ഹജ്ജ് പകരം ആര് ചെയ്യുന്നുവോ അയാൾക്കും ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടും, മരണപ്പെട്ടു പോയ വ്യക്തിക്കും ഹജ്ജിൻ്റെ പ്രതിഫലം ലഭ്യമാണ്. അതിനാൽ തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള രാഘവ ബുദ്ധി ഒരിക്കലും ഹജ്ജിനോട് കാണിക്കരുത്. ഹജ്ജ് കർമ്മം നിർബന്ധമായ ബാധ്യതയാണ്, ഇസ്ലാം കാര്യങ്ങളിൽ 5ാമത്തെ പില്ലറാണ്. അത് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ചുറ്റുപാടുകൾ ഒത്തുവന്നാൽ അത് ചെയ്തിരിക്കണം. അതിനുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്യണം. എന്തിനാണത്? ഇങ്ങനെ ആരെങ്കിലും ഹജ്ജ് കർമ്മം, ഹജ്ജൻ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഹജ്ജ് കർമ്മം ഒരാൾ വളരെ ഭംഗിയായി കൃത്യമായി നിബന്ധനകൾ പാലിച്ച് സുന്നത്തനുസരിച്ച് കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്തു, അതിനാണ് ഹജ്ജ് മബ്രൂർ എന്ന് പറയുന്നത്. ഹജ്ജ് മബ്രൂർ നിർവഹിച്ചാൽ പുണ്യകരമായ ഹജ്ജിൻ്റെ ഫലം ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അയാൾക്ക് സ്വർഗം ഉറപ്പാണ്, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ചുറ്റുപാടുകൾ വന്നാൽ ഒരിക്കലും തന്നെ താമസം വിന അത് നിർവഹിക്കണേ എന്ന് ഉണർത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.